ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ ചീസ് ബോളാണ്. അപ്പോൾ നമുക്ക് റെഡിയാക്കിയാലോ? അപ്പോൾ ഞാൻ ഒത്തിരി സിമ്പിളായിട്ടാണ് ഇവിടെ റെഡിയാക്കുന്നത്. ഞാൻ ഇവിടെ 6 പുഴുങ്ങിയ കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് മാഷ് ചെയ്തെടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ടായാലും മാഷ് ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ടായിരുന്നു. ജാറിൻ്റെ അകത്ത് ഒരു 4 റസ്ക്കും ഒരു 3-4 ബ്രെഡും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൗഡർ ആക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതും കൂടെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിൻ്റെ അകത്ത് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബ്രെഡിൻ്റെ പൗഡർ മാറ്റി വെക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് മല്ലിയില, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞാൻ അത് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ഇതിൽ തൊടാൻ പാടില്ല. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അത് ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിറച്ച് എടുക്കണം. അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കടായി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിവിടെ പൊട്ടാറ്റോ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അത് കുറേശ്ശെ ബൗളായിട്ട് ഞാൻ എടുത്തിട്ട് ഒന്ന് ഫിംഗർ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഞാൻ കുറേശ്ശെ നമ്മുടെ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ അകത്തൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ ബ്രെഡിൻ്റെ പൗഡർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ആണ് നമ്മൾ ചൂട് ഓയിലിൻ്റെ അകത്ത് ഒന്ന് മെല്ലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി നോക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.